ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ കാനാൻകാരി സ്ത്രീയുടെ മകളെ യേശുനാഥൻ സൗഖ്യപ്പെടുന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ജീവിതത്തിൽ അകാരണമായി സഹനങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന മനുഷ്യർ ദൈവത്തോട് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഞാൻ ചില സഹനങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, അപമാനങ്ങളിലൂടെ, തെറ്റുകാരനല്ലായിട്ടും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഈ സഹന വഴികളിലൂടെ ഞാൻ നടന്നു പോകുന്നതെന്ന്. അപ്പം അതിനുള്ള ഒരു ഉത്തരമായി ഈ സുവിശേഷത്തെ നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ ഈ കാനാൻകാരി സ്ത്രീ യേശുനാഥൻ്റെ അടുക്കൽ വന്ന് നിലവിളിക്കുന്നത് തൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടുവാനാണ്. അവൾ പറയുന്നത് അവളുടെ മകളെ പിശാച് ബാധിച്ചിരിക്കുകയെന്നാണ്. ക്രൂരമായി ആ പിശാചിൻ്റെ ബാധ ആ മകളെ ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അമ്മ യേശുനാഥൻ്റെ മുമ്പിൽ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, ഈ മകളുടെ രോഗം ഈ അമ്മയെ തകർത്തിട്ടുണ്ട്. രണ്ട്, യേശുനാഥൻ്റെ അടുക്കൽ ഇവൾ വന്ന് അപേക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് ഇവളുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ഇവളെ നായയോട് വരെ ഉപമിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന കേട്ട് അവളോട് യേശുനാഥൻ പറയുന്നത് നായ്ക്കൾക്ക് എങ്ങനെ മക്കളുടെ അപ്പം കൊടുക്കുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ സഹനം, ദുഃഖം, അപമാനമൊക്കെ ഏറ്റെടുക്കുന്ന ഈ സ്ത്രീ. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് യേശുനാഥൻ അവളുടെ വലിയ വിശ്വാസത്തെ ശിഷ്യന്മാർക്ക് മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവളുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് യേശുനാഥൻ നമ്മളോട് പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ അകാരണമായി ഉണ്ടാകുന്ന ചില സഹനങ്ങളും ദുഃഖങ്ങളും വേദനയൊക്കെ എൻ്റെ ആർക്കോ സൗഖ്യമായി അത് മാറുന്നുണ്ടാണ്. ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ചേർത്ത് വെക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ ഇടമുള്ള ആരോ ഒരാൾക്ക് അതൊക്കെ സൗഖ്യമായി മാറുന്നുണ്ടാണ്. അപ്പോൾ ഒരു സഹനവും അകാരണമായിട്ടല്ല. എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന ചില വേദനകൾ ചില മനുഷ്യർക്ക് അത് പ്രാർത്ഥനയായി മാറുന്നുണ്ട്. അത് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ ഇന്ന് നമ്മളായി നിൽക്കുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഹൃദയവും അവരുടെ കരങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായി ഉയർന്നത് കൊണ്ടും അവരുടെ കണ്ണുനീര് തമ്പുരാൻ്റെ മുമ്പിൽ വീണതുകൊണ്ടുമാണ്. ഈ വലിയൊരു സത്യം നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ സുവിശേഷം നമുക്ക് പലപ്പോഴും ഒരു സഹനത്തിൻ്റെ വേദന തരുന്നുണ്ട്. എന്തുകൊണ്ട് സ്ത്രീയെ യേശുനാഥൻ ഇങ്ങനെ അപമാനിച്ചു എന്ന്. രണ്ട്, അവൾ ആദ്യം അപമാനിക്കപ്പെട്ടു എന്ന് തോന്നുമെങ്കിലും യേശുനാഥൻ കടന്നുപോയ വഴികളെക്കുറിച്ച് പറയുന്നത് ഈ ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതുവഴി അവൻ കടന്നു പോയത് തന്നെ ഈ സ്ത്രീയെ കാണാനാണ്. അവൻ്റെ എല്ലാ യാത്രകളും അനുഗ്രഹത്തിൻ്റെ യാത്രകളാണ്. അവൻ ഈ സ്ത്രീക്ക് വേണ്ടിയാണ് ആരും തിരഞ്ഞെടുക്കാത്ത ഈ വഴികളിലൂടെ കടന്നു പോയത്. വീണ്ടും അവൻ അവളെ വിളിക്കുന്നത് തന്നെ സ്ത്രീയെ എന്നാണ്. ഈ സ്ത്രീ എന്ന പദം യേശുനാഥൻ ഉപയോഗിക്കുന്നത് അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ വിളിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പദമാണ്. അവൻ്റെ അമ്മയെ, അവൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാരെ അവൻ വിളിച്ചിരുന്നത് ഈ പദം കൊണ്ടാണ്. അപ്പോൾ ഈ സുവിശേഷം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ വേദനകൾക്ക് ഉത്തരം എന്ന് പറയുന്നത് ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് അനുഗ്രഹമായി ദൈവം തരുമെന്നാണ്. ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ സഹനങ്ങളുടെ നേരത്ത് എൻ്റെ സഹനങ്ങളെ തിരിച്ചറിയാതെ അത് അനുഗ്രഹത്തിൻ്റെ വഴികളാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് തരണമേ എന്ന് യേശുനാഥൻ അതിനെ എനിക്ക് അനുഗ്രഹം നൽകട്ടെ. ആമേൻ.